അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്ലീസിനെ പിൻപറ്റിയവർക്ക് ഒടുവിൽ എത്തിച്ചേരാനുള്ളത് നരകത്തിലേക്കാണെന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞവസാനിപ്പിച്ചത്. ഇനി മറുവശത്ത് നിഷ്കളങ്കരായ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഇബ്ലീസിൻ്റെ കെണിയിൽ വീഴാതെ അള്ളാഹുവിൻ്റെ സിറാത്തും മുസ്തഖീമിലൂടെ മാത്രം സഞ്ചരിച്ചവരായ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അതിമഹത്തായ പ്രതിഫലമാണ്, സ്വർഗമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത്. ഇക്കാര്യം പറയുന്ന 45 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വ ഉയൂൻ. തീർച്ചയായും മുത്തഖികൾ തോട്ടങ്ങളിലും നീരുറവകളിലുമായിരിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിക്കുന്നവർക്കാണ് മുത്തഖികൾ എന്ന് പറയുന്നത്. ഏത് സമയത്തും അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധത്തിൽ നിന്നാണ് തഖ്വ ഉണ്ടാവുന്നത്. ആ ബോധമുണ്ടാവുമ്പോൾ തെറ്റ് ചെയ്യാതിരിക്കുകയും നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സദാസമയവും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ബോധത്തിൽ നിന്നാണ് തഖ്വ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ദുനിയാവിൽ ജീവിച്ച മുത്തഖികൾക്ക് അള്ളാഹു പരലോകത്ത് ഓഫർ ചെയ്യുന്നത് അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളാണ്. സ്വർഗത്തിൻ്റെ മനോഹാരിതയും വശ്യതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പൊട്ടിയൊഴുകുന്ന ഉറവകൾ അരുവികളായി ഒഴുകുന്നതും ഉയരങ്ങളിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന അരുവികളും മറ്റനവധി ആറുകളും തുടങ്ങി വിവിധങ്ങളായ അരുവികൾ ഒഴുകുന്ന പച്ച പുതച്ചു നിൽക്കുന്ന ആരാമങ്ങളായിട്ടാണ് സ്വർഗത്തെ ഖുർആനിൽ അധിക സ്ഥലത്തും വിശേഷിപ്പിക്കുന്നത്. മുത്തഖികളെ ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഉദ്ഖുലൂഹാ ബിസ്സലാം. നിങ്ങൾ അതിലേക്ക് സമാധാനത്തോടെ പ്രവേശിച്ചു കൊള്ളുക. ആ മനോഹരമായ സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ പ്രവേശിച്ചു കൊള്ളുക. ആമിനീൻ, സുരക്ഷിതരായിക്കൊണ്ട്. സ്വർഗത്തിൻ്റെ പ്രത്യേകത, അവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സുഖം, സന്തോഷം, സമാധാനം, സുരക്ഷിതം, മനോഹരം, ഇതാണ് സ്വർഗം. മനുഷ്യന് ദുഃഖമോ പ്രയാസങ്ങളോ ഉണ്ടാക്കുന്ന ഒരു സംഗതിയും അവിടെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തഖികളെ അവിടെ സ്വീകരിക്കും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്. അവരുടെ മനസ്സുകളിൽ ഉണ്ടായേക്കാവുന്ന ദുഷിച്ച വിചാരങ്ങളെയൊക്കെ, കളങ്കങ്ങളെയൊക്കെ അള്ളാഹു നീക്കിക്കളയും. വനസഅന, നാം ഊരിക്കളയുകയും ചെയ്യും. മാഫി സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള, മിൻ ഗില്ലിൻ, ദുഷിച്ച വിചാരങ്ങളെ, കളങ്കങ്ങളെ. വിദ്വേഷം, വെറുപ്പ്, അസൂയ തുടങ്ങിയ ദുഷ്ടവിചാരങ്ങൾ സ്വർഗാവകാശികളാവുന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതോടെ അതൊക്കെ ഇല്ലാതാവും. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതൊക്കെ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അപൂർവമായെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലോ മറ്റോ നല്ല മനുഷ്യർക്കിടയിൽ ചിലർക്ക് ചിലരോട് ചെറിയ തോതിലെങ്കിലും വിദ്വേഷമോ വെറുപ്പോ അസൂയയോ തോന്നിയിട്ടുണ്ടാകാം. സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ അള്ളാഹു പൂർണ്ണമായി നീക്കിക്കളയും. അല്ലെങ്കിൽ സ്വർഗത്തിൽ ചിലർക്ക് ഉയർന്ന പദവിയും ചിലർക്ക് അതിനേക്കാൾ കുറഞ്ഞ പദവിയും കിട്ടുമ്പോൾ കുറഞ്ഞ പദവി കിട്ടിയവർക്ക് ഉയർന്ന പദവിയിലുള്ളവരോട് വിഷമമോ അസൂയയോ ഉണ്ടാവില്ല. തെറ്റുകൾ ചെയ്ത സത്യവിശ്വാസികളായ ചിലർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അതിനു മുമ്പായിക്കൊണ്ട് അവർ സംസ്കരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ശുദ്ധ ഹൃദയത്തോടു കൂടിയായിരിക്കും അവരെല്ലാവരും സ്വർഗത്തിലേക്ക് കടക്കുക. ഇഖ്വാനൻ, സഹോദരങ്ങളായിക്കൊണ്ട്, അലാ സുറുറിൻ മുതഖാബിലീൻ, ചാരുമഞ്ചങ്ങളിൽ മുഖാമുഖം ഇരിക്കുന്നവരായി. നല്ല ആത്മാർത്ഥ സഹോദരങ്ങളായിക്കൊണ്ട് ചാരിക്കിടക്കുന്ന മഞ്ചങ്ങളിലിരുന്ന് മുഖാമുഖം സൊറ പറഞ്ഞിരിക്കുന്നവരായിരിക്കും അവർ സ്വർഗത്തിൽ. അങ്ങനെ തുറന്ന മനസ്സോടെ സൊറ പറഞ്ഞിരിക്കുന്ന സദസ്സിലുള്ളവർക്കിടയിൽ ഹൃദയങ്ങളിൽ കളങ്കമുണ്ടാവുകയില്ല. ലാ യമസ്സുഹും ഫീഹാ നസബുൻ, അതിൽ അവരെ ക്ഷീണം സ്പർശിക്കുകയില്ല. യാതൊരുവിധ ക്ഷീണവും ബാധിക്കുന്ന സാഹചര്യമോ അവസ്ഥയോ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. നസബ് എന്നാൽ ക്ഷീണം. ഒമാഹും മിൻഹാ ബിമുഖ്റജീൻ, അവർ അവിടെ നിന്ന് ഒരിക്കലും പുറത്താക്കപ്പെടുന്നവരുമല്ല, അവിടെ ശാശ്വതരായി ജീവിക്കും എന്നർത്ഥം. എന്നെന്നും ഈ സുഖങ്ങളിലൊന്നും ഒരു കുറവും വരുത്താതെ മുത്തഖികൾക്ക് സ്വർഗത്തിൽ ജീവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.